ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ 135-ാം ജന്മദിനമാണ്. ഇന്ന് ലോക വിജ്ഞാന ദിനം എന്നുകൂടിയാണ് നമ്മളിതിനെ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹം മോഡേൺ ഇന്ത്യയുടെ പിതാവ് കൂടിയാണ്. നമുക്കൊരു ഭരണഘടന സംഭാവന ചെയ്ത വ്യക്തി, നമുക്കൊരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയ വ്യക്തി, നമ്മുടെ സമൂഹത്തെ അസമത്വങ്ങളെ അഡ്രസ്സ് ചെയ്ത വ്യക്തി, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തി എന്നൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ അദ്ദേഹത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ടുള്ള അദ്ദേഹം നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വന്നത് ഒരു സുഖജീവിതം നയിക്കാനായിരുന്നില്ല. അദ്ദേഹം നിലകൊള്ളുന്ന സമൂഹത്തെയും മാത്രമല്ല മുഴുവൻ ഇന്ത്യൻ ജനതയെയും പരിഷ്കരിക്കുന്നതിന് വേണ്ടി വളരെ ത്യാഗോജ്വലമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ചെയ്യേണ്ട ബേസിക് കാര്യമാണ് ഇത് എന്നാണ് ജന്മദിനത്തിൽ എനിക്ക് നിങ്ങളോടായിട്ട് പറയുവാനുള്ളത്. കാരണം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കർത്തവ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിലോട്ട് നമ്മൾ നോക്കിയാൽ നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത്? നമുക്കൊരു തൊഴിൽ നേടാനും നമ്മുടെ വ്യക്തി ജീവിതം സമ്പുഷ്ടപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് എല്ലാവരും വിദ്യാഭ്യാസം നേടുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, നമ്മൾ നിലനിൽക്കുന്ന സമൂഹം വളരെ വലിയ അടിച്ചമർത്തലുകളിലേക്കും അസമത്വങ്ങളിലേക്കുമാണ് കടന്നു പോകുന്നത്. നമ്മൾ അതിനെയൊക്കെ എതിരെ ശബ്ദിക്കുക പോലും ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം വളരെ വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ നിസ്സംഗതയാണ്. നമ്മൾ ഈ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെയും നമ്മുടെ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിൽ ജാതി വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കറിയാം, BDS പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി നിതിൻ രാജ് വാർത്തകളിലൂടെ കാണുന്നു, ജാതി വെറിയുടെ ഇരയായി ഈ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ നിലകൊണ്ടത് ജാതി വ്യവസ്ഥയെ തകിടം മറിക്കുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം പ്രവർത്തനവും ആ മേഖലയിലാണ്. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന സമൂഹം നിലനിൽക്കുന്നത് ജാതി ശ്രേണികളിലെ ജാതി സമ്പ്രദായത്തിലാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് ജാതി? ഇന്ത്യയിൽ എവിടെയാണ് ജാതി? അതുപോട്ടെ, കേരളത്തിൽ എവിടെയാണ് ജാതി? ഇപ്പം ഇന്ത്യയിൽ ജാതി ഉണ്ടെന്ന് ആൾക്കാർ സമ്മതിച്ചു തരുന്നുണ്ട്. കേരളത്തിലോട്ട് വരുവാണ്, കേരളത്തിൽ എവിടെയാണ് ജാതി? നീ എങ്ങനെയാണ് ജാതി കാണുന്നത്? നീ എല്ലാം ജാതി കണ്ണുകൾ കൊണ്ട് കാണുന്നത് കൊണ്ടാണ് നിനക്ക് ജാതി കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് അവർ ചോദിക്കും. പക്ഷെ നിങ്ങൾ നോക്കൂ, എവിടെയാണ് ജാതി ഇല്ലാത്തത്? നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ അഴുക്ക് ചാലുകളിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് ജാതി കാണാൻ സാധിക്കും. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മണിമാളികകളിലും കൊത്തളങ്ങളിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് ജാതി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മിഡിൽ ക്ലാസ്സുകാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കണ്ണോടിക്കൂ, അവിടെയും നിങ്ങൾക്ക് ജാതി കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പരിപാവനവും പുണ്യവുമായ ആരാധനാലയങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, അവിടെയും നിങ്ങൾക്ക് ജാതി കാണാൻ സാധിക്കും. അധികാര കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, ജാതി കാണാൻ സാധിക്കും. എല്ലാ സ്ഥലങ്ങളിലും ജാതിയുണ്ട്. ജാതിയിലാണ് ഈ സമൂഹം നിലനിൽക്കുന്നത്, ജാതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഈ സംവരണം മേടിക്കുന്നവർ എന്തിനാണ് ജാതി ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും. ജാതീയപരമായ അടിച്ചമർത്തലുകൾ കൊണ്ട് നൂറ്റാണ്ടുകളായി ഒരു അവസരങ്ങളും റെപ്രസെൻറ്റേഷനും ഇല്ലാത്തൊരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ അംബേദ്കർജിയുടെ ഒരു സംഭാവനയാണ് സംവരണം എന്ന് പറയുന്നത്. അത് ഒരു റെപ്രസെൻറ്റേഷനാണ്. എല്ലാ ജാതിയിലും ഉള്ള ആളുകൾക്ക് എല്ലാ മേഖലകളിലും പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ള മഹത്തായ ആശയം. അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സാമ്പത്തികം മാത്രമാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു EWS പോലെയുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള EWS നടപ്പിലാക്കുന്ന
രാജ്യത്തും സംസ്ഥാനത്തുമാണ് നമ്മൾ നിൽക്കുന്നത്. ജാതിയുടെ പ്രിവിലേജുകൾ അനുഭവിക്കുന്ന വിഭാഗം പറയുന്ന മറ്റൊരു കാരണമാണ് ഇവിടെ ജാതിയില്ല. നിങ്ങൾ ജാതി എന്തിനാണ് പറയുന്നത്? ജാതി ഇവിടെ ഇല്ലെന്നേ. പക്ഷേ ജാതിയുടെ പ്രിവിലേജ് അവർ അനുഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ അവരുടെ താക്കോൽ സ്ഥാനം ഞങ്ങളുടെ ആളുകൾ തന്നെ എടുക്കണമെന്ന് പച്ചയായി പറയുന്നവർ പറയുവാണ് ഇവിടെ ജാതിയില്ല. മാട്രിമോണിയൽ കോളത്തിൽ നായർ വെളുത്ത യുവതി 27 വയസ്സ് എന്ന് പരസ്യം കൊടുക്കുന്നവർ പറയുവാണ് ഇവിടെ ജാതിയില്ല. അല്ലെങ്കിൽ ഈഴവ ഇരുനിറം SC/ST ഒഴികെ എന്ന് പരസ്യം ചെയ്യുന്നവർ പറയുവാണ് ഇവിടെ ജാതിയില്ല. അല്ലെങ്കിൽ ഇന്ന ജാതി 22 ഇഞ്ച് പൊക്കം, ഇത്ര വണ്ണം, വെളുത്ത നിറം, SC/ST ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർ പറയുവാണ് ഇവിടെ ജാതിയില്ല. ഈ പറയുന്നവരുടെ എല്ലാം പേരിൻ്റെ അറ്റത്ത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ ജാതിയില്ല എന്ന്. അത്ര വിരോധാഭാസകരമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജാതി വ്യവസ്ഥ എന്നത് ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മൾ മിശ്ര വിവാഹം കഴിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറെ നമ്മൾ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അത് ദളിതുകൾ മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള എല്ലാവരും പഠിച്ചിരിക്കേണ്ടത്. എന്തെന്നാൽ ഈ ഒരു ജാതി വ്യവസ്ഥ ഇവിടെ നിന്നും മാറ്റപ്പെടുന്നതിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടത്. ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് താരം അഖിൽ മാരാർ വീഡിയോകളിൽ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും നാൾ ഭരിച്ചിട്ട് ഇവിടെ ജാതി പോയില്ലല്ലോ എന്നുള്ളത്. കാരണം അഖിൽ മാരാർ കേരളത്തിലോട്ട് വരുന്നത് ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അത് മുമ്പ് പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല, അല്ലെങ്കിൽ അവർ ഇന്നൊരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മാത്രമല്ല, കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല, BJPക്കാരുടെ മാത്രമല്ല. ഇത് എല്ലാ ജനവിഭാഗങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമാണ് ഇത് ഇല്ലാതാക്കുന്നതിന്. ഇതെല്ലാവരും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത്. എങ്ങനെ പരിശ്രമിക്കണം? അതായത് ജാതി എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഞാനും എൻ്റെ ആളുകളും സ്പെഷ്യലാണ് എന്ന് ഞാൻ കരുതുമ്പോഴാണ് ജാതി ബോധം നിലനിന്ന് പോകുന്നത്. അതൊരുപാട് വർഷങ്ങളെടുത്ത് ഫോം ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്ന് മാത്രമാണ്. നിങ്ങളൊക്കെ എൻ്റെ അത്രയും സ്പെഷ്യലല്ല എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ അത് ജാതിയായി, ഞാൻ ഏതോ വലിയ ആളായി. പിന്നെ ഞാൻ ചങ്ങാത്തം കൂടുന്നതും ഞാൻ ബന്ധം സ്ഥാപിക്കുന്നതെല്ലാം എന്നോടുള്ള ആളുകളോട് മാത്രമായി മാറും. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ജാതി നിലനിന്ന് പോവുകയാണ്. അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളെയും അംഗീകരിക്കുകയും ഈക്വലായിട്ട് കണക്കാക്കുകയും അവനോടുള്ള ബന്ധം സ്ഥാപിക്കുവാനും തയ്യാറാകുമ്പോഴാണ് അവിടെ ജാതി ഇല്ലാതെയാകുന്നത്. അതുതന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നത്. ഇവിടെ നോക്കൂ, ജാതിയെക്കുറിച്ചോ ജാതി പ്രശ്നങ്ങളെക്കുറിച്ചോ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ, പ്രധാനമായിട്ടും നമ്മുടെ ദളിതുകൾ ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ അവനെതിരെ വരുന്ന വാളുകളും ആക്രോശങ്ങളും നമ്മളൊന്ന് കേട്ട് നോക്കൂ. എവിടാടാ ജാതി? ഇവിടെ ജാതി കൊണ്ടുവരുന്നത് വേടനാണെന്ന് പറയുന്നു. പക്ഷേ പൂണൂലിട്ട പൊലയനാണവൻ എന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ആക്രോശിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കിതിന് വേണ്ടിയിട്ടുള്ള വിങ് തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് PKS എന്ന് പറയുന്ന സംഘടനയുണ്ട്. കോൺഗ്രസ്സിന് ദളിത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. BJPക്ക് ദളിത് മോർച്ച പോലെയുള്ള സംഘടനകളുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും ഒരു തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. ഇവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു പോച്ച തിന്നാനായിട്ട് പറ്റില്ല. കയറിൽ കരുത്തിട്ടിരിക്കുകയാണ്. ഒരു പോച്ച കടിക്കുമ്പോഴത്തേക്കും ഉടയാൻ പിടിച്ച് വലിച്ചു കെട്ടി തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടും. ഇവർക്കിതിനെതിരെ ഒന്ന് സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായി പോരാടാനോ സാധിക്കില്ല. അപ്പോൾ ആ ഒരു മേഖലയിൽ പോലും രാഷ്ട്രീയമായി പോലും അടിമകളാക്കപ്പെട്ട സമൂഹം നിലനിൽക്കുന്ന നാടാണിത്.
മറ്റൊരു വ്യക്തിയുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കറക്റ്റായിട്ട് നിരീക്ഷിക്കുന്നൊരു വ്യക്തി. അദ്ദേഹം പറയുന്നത് നിങ്ങൾ അംബേദ്കറെ കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെന്നാണ്. അദ്ദേഹം അംബേദ്കറെ കറക്റ്റായിട്ട് വായിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹവും മാറട്ടെ, എല്ലാവരും മാറട്ടെ. ഈ ഒരു ജന്മവാർഷികത്തിൽ നമുക്ക് ഡോക്ടർ അംബേദ്കറെ കുറിച്ച് പഠിക്കാം. നമ്മുടെ വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പറഞ്ഞ് മനസ്സിലാക്കാം. നല്ല ഒരു ഇന്ത്യക്കായി, നല്ല ഒരു ഭാവിക്കായി നമുക്ക് കൈകോർക്കാം.